ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ വാവ വിഷ്ണുട്ടി. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗുരുവായൂരിൽ പോയൊരു വീഡിയോ ആണ്. ഞങ്ങൾ രാവിലെ നേരത്തെ ഇറങ്ങിയതുകൊണ്ട് ഞാനും വിഷ്ണുവും കിടന്നുറങ്ങലായിരുന്നു. നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഫോൺ കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെളി വന്നതിന് ശേഷമുള്ള വീഡിയോസാണ്. ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗുരുവായൂർ വീഡിയോസ് ഫുള്ള് വൈഷ്ണു എടുത്താണ്. ഓക്കെ, അപ്പോൾ അവൾ വ്ളോഗ് എടുക്കുകയായിരുന്നു. ഹലോ ഗായ്സ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ കുറേ വ്ളോഗൊക്കെ എടുത്തു. പിന്നെ അവൾക്ക് പോക്കറ്റ് ബാഗ് വേണം പറഞ്ഞു, അതൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്നേഹതീരം ബീച്ചിലേക്ക് പോയി. ഓക്കെ, ഗുരുവായൂർ കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ മാറ്റാൻ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബീച്ചിൽ കളിക്കാനായിട്ട്. പക്ഷെ ഞങ്ങൾക്ക് അവിടെ എത്തിയപ്പോൾ ഡ്രസ്സൊന്നും മാറ്റണ്ട, ഞങ്ങൾ ഇതേനെ ഇട്ട് കളിക്കാമെന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇറങ്ങി നന്നായി കളിക്കുകയൊക്കെ ചെയ്തു. വൈഷ്ണുവിന് വെള്ളം കുറച്ച് പേടിയായിരുന്നു. അതുകൊണ്ട് വൈഷ്ണു അധികം കളിക്കാൻ നിന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ അവൾക്ക് കുറച്ച് പേടി കൂടുതലായിരുന്നു. പിന്നെ അച്ഛനൊന്ന് കാല് നനച്ച്, അച്ഛനും അച്ഛമ്മയും കാല് നനച്ചിട്ട് പിന്നെ വെള്ളത്തിലിറങ്ങിയില്ല. പിന്നെ വൈഷ്ണുവിന് പേടിയപ്പോൾ വൈഷ്ണു പോയി. പിന്നെ അതിന് ശേഷം ഞാനും പപ്പയും അമ്മയും നന്നായി എൻജോയ് ചെയ്തു. അതൊരു വൈകുന്നേര സമയത്തുകൊണ്ട് കൂടുതൽ നന്നായി തിര അടിക്കണ്ടായിരുന്നു. ഓക്കെ, നല്ല വലിയ വലിയ തിരകളായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു, കുറേ എൻജോയ് ചെയ്തു. എന്താ പറയുക, വൈകുന്നേര സമയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും നല്ല വലിയ വലിയ തിരകളായിരിക്കും. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് ഈ തിരൻ്റെ മീൻസ് ബീച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിന്നിട്ട് തിരയൊക്കെ അടിക്കുമ്പോൾ നല്ല സുഖമായിരിക്കും. പക്ഷെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ പപ്പയും വൈഷ്ണുവിനെയും അമ്മനെയും കൂടിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മതിയായി. ഞങ്ങൾ വെളിയിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി. കാറ്റടിക്കുമ്പോൾ എന്താ പറയുക, പറക്കണ ഫീലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് പൊട്ടാറ്റോ ടോർണേഡോ ഒക്കെ വാങ്ങി. അമ്മയ്ക്ക് വേണ്ട പറഞ്ഞാൽ അമ്മ ഐസ്ക്രീം കഴിച്ചു. പിന്നെ ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഒരു രാത്രി സമയം ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം 7 മണിക്ക് ഞങ്ങൾ 7-7:30 ആകുമ്പോൾ ഇറങ്ങി. നല്ല മഴക്കോളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ വ്യൂ നല്ല രസമായിരുന്നു. ഓക്കെ, പിന്നെ ഞങ്ങൾ ഹോട്ടലിലേക്ക് പോയി. നമ്മുടെ മലബാർ ഹോട്ടലിലേക്ക് പോയത്. ഓക്കെ, നന്നായി വിശക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് മലബാർ ഹോട്ടലിലേക്കാണ് പോയത്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ അധികം വീഡിയോസൊന്നും എടുത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിയിൽ മീരാൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ 5 ദിവസമായിരുന്നു പെഹൽഗാം ആക്രമണം. അതുകൊണ്ട് ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് ന്യൂസൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആൻറ്റി വിളിച്ചപ്പോൾ ഞങ്ങൾ ന്യൂസ് നോക്കി. അത് പപ്പൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ ഈ ടെൻഷനിൽ അവർ വിളിച്ച് ചോദിച്ചാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ന്യൂസ് കാണല്ലോ, അതൊക്കെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൂടുതൽ വീഡിയോസ് എടുത്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ പോയി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ ബൈ.